എല്ലാവർക്കും നമസ്കാരം. വോക്കിൻ ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്താണ് പോസ്ചർ അല്ലെങ്കിൽ അവ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത് അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്നതിനുള്ള പ്രശ്നങ്ങളും അവയുടെ കറക്ഷൻസുമാണ്. നമ്മളെല്ലാവരും തന്നെ ഇന്ന് അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഒരു ദിവസങ്ങളിൽ തുടർച്ചയായി 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഇരുന്ന് ജോലി ചെയ്യുന്നുള്ള പ്രശ്നങ്ങളാണോ? ഒരിക്കലുമല്ല. നമ്മൾ വർഷങ്ങളായിട്ട് ഒരേ ജോലികൾ തന്നെ ചെയ്യുന്ന ആൾക്കാരാവും പലരും. നിങ്ങൾ ഒരുപക്ഷെ പലയിടങ്ങളിലും കേട്ടിട്ടുണ്ടാവും, അധിക നേരം ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ അധിക നേരം ഇരിക്കുന്നത് കൊണ്ടാണ് കഴുത്തുവേദന, നടുവേദന, പുറം വേദന തുടങ്ങിയ അസുഖങ്ങളെല്ലാം വരുന്നത് എന്നും, പൂർണ്ണ ആരോഗ്യസ്ഥിതിയിൽ ഇരിക്കുന്ന ഒരാൾ അധിക നേരം ഇരുന്ന് വർഷങ്ങളായി ഇരുന്ന് ജോലി ചെയ്യുന്നു. ജോലികൾക്കിടയിൽ മാത്രമല്ല, അപ്പോൾ രാവിലെ നമ്മൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ സിറ്റിംഗ് ഫോർ റീഫ്രഷ്മെൻറ്റ്സ്, സിറ്റിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞാൽ സിറ്റിംഗ് ഫോർ ഡ്രൈവിംഗ്, അത് കഴിഞ്ഞാൽ ജോലി സ്ഥലത്ത് അതേ രീതിയിലുള്ള സിറ്റിംഗ് കണ്ടിന്യൂ ആകുന്നു. എഗെയിൻ ബാക്ക് ടു ഹോം, സിറ്റിംഗ് ഫോർ ഡ്രൈവിംഗ്, അത് കഴിഞ്ഞാൽ സിറ്റിംഗ് ഫോർ ഡിന്നർ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അല്പനേരം സമയം ചെലവിടുന്നത് ഫാമിലിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്, ന്യൂസ് ചാനൽ, ഇൻ്റർനെറ്റ് തുടങ്ങിയ എല്ലാ മീഡിയാസിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുന്നതും ഇതേ സിറ്റിംഗ് പോസ്റ്ററിൽ തന്നെയാണ്. ഒരുപക്ഷെ അധിക നേരം ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ ഓഫീസ് വർക്കേഴ്സ്, കമ്പ്യൂട്ടേഴ്സ്, സെക്രട്ടറീസ്, അക്കൗണ്ടൻറ്റ്സ് തുടങ്ങിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാരിലും ഈ പറയുന്ന 95% ഓഫ് സിറ്റിംഗ് ഇൻ എ ഡേ അവരുടെ എല്ലാവരുടെയും ലൈഫിൽ കോമൺ ആയി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ അധിക നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് കുറേ അഡാപ്റ്റേഷൻസിന് വിധേയമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ഐസൊലേറ്റഡ് ആയിരിക്കില്ല. അതായത് നമ്മൾ അധിക നേരം ഇരിക്കുമ്പോൾ, അധിക നേരം നിൽക്കുമ്പോൾ, നടക്കുമ്പോൾ തുടങ്ങിയവ കുറേ അധികം മസിലുകളും നെർവ്സുകളും അതുപോലെ തന്നെ ബാക്കി ശരീര അവയവങ്ങളും എല്ലാം കൂടി പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾക്ക് ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ടാസ്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. അധിക നേരം ഇരിക്കുക എന്നത് മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച്, അതായത് നടന്നുകൊണ്ട് ചെയ്യുന്ന ജോലികൾ അതുപോലെ തന്നെ മറ്റു പല പൊസിഷൻസ് സ്വീകരിച്ച് ചെയ്യുന്ന ജോലികളെ അപേക്ഷിച്ച് ശരീരത്തിൽ അധികം ആക്ടിവിറ്റീസ് നടക്കുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ഉണ്ടാവുക എന്ന് നിങ്ങൾ പലവർക്കും ഡൗട്ട് ഉണ്ടാവും, അല്ലേ? നമ്മൾ അധിക നേരം ഇരിക്കുമ്പോൾ കാലിൻ്റെ മുൻഭാഗത്ത്, തുടയുടെ മുൻഭാഗത്തുള്ള കുറേ അധികം മസിൽസുകൾ ചുരുങ്ങുന്നു. ഇവിടെ തുടയുടെ മുൻഭാഗത്തുള്ള മസിൽസുകൾ ചുരുങ്ങുമ്പോൾ അതനുസരിച്ച് തുടയുടെ പിൻഭാഗത്തുള്ള മസിൽസ്, നമ്മുടെ ബട്ടക്സ് റീജിയനുള്ള മസിൽസുകൾ കുറച്ച് സ്ട്രെച്ചിങ് പൊസിഷനിലേക്ക് പോകുന്നു. അതായത് കുറച്ച് വലിഞ്ഞു നിൽക്കുന്ന ഒരു പൊസിഷൻ സ്വീകരിക്കുന്നു. ഈ 2 മസിൽസിലും ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് നമ്മുടെ പെൽവിക് ബോൺ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. അങ്ങനെ നമ്മുടെ പെൽവിക് ബോണിൽ റൊട്ടേഷൻ സംഭവിക്കുമ്പോൾ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്പൈനൽ സെഗ്മെന്റ്സിലും അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവുന്നു. നമ്മുടെ പെൽവിക് ബോൺ റൊട്ടേറ്റ് ആകുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ലംബർ സ്പൈൻ ചില മാറ്റങ്ങളിലേക്ക് പോകുന്നു, ഒരു എക്സ്റ്റെൻഡഡ് പൊസിഷനിലേക്ക് പോകുന്നു. തുടർന്ന് ഈ പൊസിഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊറാസിക് സ്പൈൻ ഫോർവേഡ് ബെൻഡിങ് പോസ്റ്ററിലേക്ക് പോകുന്നു. തൊറാസിക് സ്പൈനിലുള്ള ചേഞ്ചസ് കൊണ്ട് നമ്മുടെ സെർവിക്കൽ സ്പൈൻ ആൻഡ് ഹെഡ് ചില കോമ്പൻസേറ്ററി പൊസിഷൻ സ്വീകരിക്കുന്നു. ഈ കോമ്പൻസേറ്ററി പൊസിഷൻസിനെ എല്ലാത്തിൻ്റെയും ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഒരു ഡെഫിഷ്യൻറ്റ് പോസ്ചർ എന്നത്. ഇന്ന് അതുപോലെ തന്നെ പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഗ്ലൂട്ടിയൽ മസിൽ വേസ്റ്റിംഗ്. നിങ്ങളുടെ ബട്ടക്സ് റീജിയനുള്ള മസിൽസിൻ്റെ വേസ്റ്റിംഗ് ആണ്. ഈ മസിൽസിൻ്റെ വേസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മസിൽസുകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അതിന് ചെയ്യേണ്ട ജോലികൾ മറ്റുള്ള മസിലുകൾ ഏറ്റെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഈ മസിലുകൾ വേസ്റ്റ് ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ പെൽവിക് ബോണിലുള്ള ആൻറ്റീരിയർ റൊട്ടേഷൻ, അതായത് മുമ്പിലേക്കുള്ള റൊട്ടേഷനെ റെസിസ്റ്റ് ചെയ്യാൻ ഈ മസിൽസിന് പവർ ഇല്ലാതെ വരികയും അതുകൊണ്ട് തന്നെ ആ പെൽവിക് ബോൺ ആ റൊട്ടേഷനിൽ തന്നെ ഫിക്സ് ആയിരിക്കുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരിലും കണ്ടുവരുന്ന ഹൈപ്പർ ലോഡോട്ടിക് കേർവ്സിനുള്ള കാരണവും. ഈ ചേഞ്ചസ് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് 1-2 ദിവസങ്ങൾ കൊണ്ടല്ല. നമ്മൾ വർഷങ്ങളായിട്ടിരുന്ന് ജോലി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മണിക്കൂറുകളായി നമ്മളിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ചേഞ്ചസ് നമ്മൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളായി തോന്നുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമായിരിക്കും. നമ്മൾ പലരിലും കണ്ടുവരുന്ന കോമൺ പോസ്ചറും ഇത് തന്നെയാണ്. ഒരു ആൻറ്റീരിയർ പെൽവിക് റൊട്ടേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ലംബാർ ലോഡോസിസ് അധികമാകുക, അത് കഴിഞ്ഞ് തൊറാസിക് കൈഫോസിസ് ഉണ്ടാവുക, തുടർന്ന് സെർവിക്കൽ ആൻഡ് ഫോർവേഡ് ഹെഡ് പോസ്ചർ ഉണ്ടാവുക. അപ്പോൾ ഈ പോസ്ചറിന് പുറമെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് ആയ ലാപ്ടോപ്സ്, മൊബൈൽസ്, കമ്പ്യൂട്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ തെറ്റായൊരു പോസ്ചറിൽ ഇരുന്നുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്താണ് എക്സ്ട്രാ ഫോഴ്സസ് ഓവർ ആക്ട് ചെയ്യുക. അതായത് അധികം നേരം കുനിഞ്ഞിരുന്ന് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ, അധികം നേരം കുനിഞ്ഞിരുന്ന് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് ഈ ഫോഴ്സസിന് മേലുള്ള ഓവർ ആക്ഷനാണ്. തുടർന്ന് നമ്മളുടെ ഹെഡ് ആൻഡ് നെക്ക് ഒരു ഫോർവേഡ് ഫ്ലെക്ഷൻ പോസ്റ്ററിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കഴുത്തിന് ചുറ്റുമുള്ള വേദന, കഴുത്തിൽ നിന്നും തോളിലേക്ക് വരുന്ന റേഡിയേറ്റിംഗ് പെയിൻസ്, അധികം നേരം ഇരുന്നുകൊണ്ടുള്ള സയാറ്റിക് പെയിൻ, അതായത് നെർവ് റിലേറ്റഡ് പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ പൈരിഫോമിസ് മസിൽ പെയിൻ,
മസിൽ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന വേദന, എല്ലാം ഓരോ മെഡിക്കൽ കണ്ടീഷനാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ അധിക നേരം ഇരിക്കുന്ന ഈ പോസ്റ്റർ കൊണ്ട് തന്നെയാണ്. ഇനി ഈ കോൺട്രാക്റ്റഡ് ആയിട്ടുള്ള മസിൽസിന്റെ എഫക്റ്റ് കൊണ്ട് ഈ പോസ്റ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള മസിൽസിന്റെ എലോങ്ങേഷൻ ആക്ടിവിറ്റി കൊണ്ട് ആ പർട്ടിക്കുലർ മസിൽസിൽ വേസ്റ്റേജ് ഉണ്ടാവുന്നു. അതായത് ആ മസിൽ കൺട്രാക്ടൈൽ കപ്പാസിറ്റി കുറച്ച് നഷ്ടപ്പെടുന്നു. ഒരു ദിവസത്തിൽ ഉണ്ടാകുന്ന ഈ കൺട്രാക്ഷൻസ് എല്ലാം തന്നെ നമ്മൾ ദിവസങ്ങളോളം റിപ്പീറ്റഡ് ആയി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശരീരത്തിന്റെ ടെൻഡൻസി കൂടുന്നു. സോ കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളോളം 1000-10,000 മണിക്കൂറുകളിലോളം ഈ പ്രവൃത്തികൾ തുടർച്ചയായി നടക്കുമ്പോൾ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഇന്ന് നമ്മൾ പഴയ ഇന്ത്യൻ സ്റ്റൈലിൽ നിന്ന് യൂറോപ്യൻ ആൻഡ് വെസ്റ്റേൺ സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ ചേഞ്ചസ് തന്നെ ഉണ്ടാകുന്നു. നമ്മളുടെ റിഫ്രഷ്മെന്റ് സ്റ്റൈലും എല്ലാം സിറ്റിംഗ് പൊസിഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പഴയ കാലങ്ങളിൽ അധിക നേരം ജോലി ചെയ്യുന്ന എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പൊസിഷൻസ് ഡിഫറെൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അവരുടെ ജോലികൾ ചെയ്യുന്ന പൊസിഷൻസ് എല്ലാം തന്നെ ഡിഫറെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ദിവസം ഉണ്ടാകുന്ന കൺട്രാക്ചേഴ്സ് ആ ഒരു ദിവസത്തിലുള്ള പൊസിഷൻസ് ചേഞ്ച് കൊണ്ട് തന്നെ കോമ്പൻസേറ്റ് ആയി പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ പഴയ കാലത്തുള്ള ജീവിത രീതിയിലേക്ക് നമുക്ക് ആർക്കും തന്നെ മടങ്ങിപ്പോകാൻ സാധിക്കുകയില്ല. അതിന് കാരണം ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് നമ്മളുടെ ജോലികളെല്ലാം തന്നെ വളരെ ഫാസ്റ്റായി ചെയ്യേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സമൂഹത്തിൽ നിലനിൽപ്പുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾക്ക് ഒരിക്കലും പഴയ സ്റ്റൈൽ കോപ്പി ചെയ്ത് നമ്മൾക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മളുടെ ജോബ്സ് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പൊസിഷൻസിൻ്റെ കറക്ഷൻസ് ആണ്. അധികം നേരം ഇരിക്കേണ്ട സാഹചര്യങ്ങളിൽ കുറേയധികം കറക്ഷൻസ് നമുക്ക് പാലിക്കാൻ പറ്റിയാൽ നമ്മളുടെ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം തന്നെ നമ്മൾക്ക് രക്ഷ നേടാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എൻവയോൺമെന്റൽ കറക്ഷനാണ്. അതായത് നിങ്ങൾ ഇരിക്കാൻ പോകുന്ന ചുറ്റുപാടിൻ്റെ കറക്ഷൻസ്. ഉദാഹരണത്തിന് നിങ്ങൾ ഇരിക്കാൻ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ അധിക നേരം ഇരുന്ന് ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് പ്രോപ്പർ സ്പേസ് അവൈലബിൾ ആണോ? അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ ആവശ്യമായ ചെയർ, ടേബിൾ തുടങ്ങിയവയെല്ലാം തന്നെ അവിടെ ലഭ്യമാണോ? ആ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം സേഫർ ആണോ? നിങ്ങൾക്ക് സ്ട്രെസ് ഒന്നുമില്ലാതെ തന്നെ ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഇടമാണോ എന്ന് ആദ്യം തന്നെ നിങ്ങൾ എല്ലാം ഉറപ്പുവരുത്തുക. രണ്ടാമത്തേത് നിങ്ങൾ ഇരിക്കാൻ പോകുന്ന ചെയറിൻ്റെ കറക്ഷൻസ് ആണ്. അതായത് നിങ്ങൾ ഇരുന്ന് ജോലി ചെയ്യാൻ പോകുന്ന ഒരു ചെയറിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പല ശാരീരിക ബുദ്ധിമുട്ടുകളും കൊണ്ടുതരുന്നത് ആ ചെയറിൻ്റെ പൊസിഷൻസ്, ആ ചെയറിൻ്റെ ഹൈറ്റ്, അതുപോലെ തന്നെ ആ ചെയറിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അധിക നേരം ചെയറിൽ ഇരിക്കുന്നത് കൊണ്ട് ചെയർ നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ കൊണ്ടുതരുന്നത് എന്നാൽ നമ്മളുടെ ശരീരം ചെയറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വിവിധ തരത്തിലുള്ള പ്രഷേഴ്സ് ആക്ട് ചെയ്യുന്നു. ഇതിൽ സീറ്റിൽ നിന്ന് ആക്ട് ചെയ്യുന്ന പ്രഷറിനെ സീറ്റ് ഇൻ്റർഫേസ് പ്രഷർ എന്ന് പറയുന്നു. അപ്പോൾ ഈ സീറ്റിൽ ആക്ട് ചെയ്യുന്ന സീറ്റ് ഇൻ്റർഫേസ് പ്രഷർ തുടങ്ങിയ മറ്റു പ്രഷറുകളെല്ലാം തന്നെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ സാധിച്ചാലേ മാക്സിമം ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ സാധിക്കുകയുള്ളൂ. ഈ സീറ്റ് ഇൻ്റർഫേസ് പ്രഷർ കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾക്ക് സീറ്റ് മോഡിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സീറ്റ് മോഡിഫിക്കേഷൻ എന്നുള്ളത് നമ്മൾ ഇരിക്കാൻ പോകുന്ന കുഷ്യൻ്റെ മോഡിഫിക്കേഷനാണ്. അതായത് സിന്തറ്റിക് മെറ്റീരിയൽസ് കൊണ്ടുള്ള കുഷ്യൻസ്, അതുപോലെ തന്നെ വാട്ടർ, എയർ, ജെൽ തുടങ്ങിയവ നിറച്ചുകൊണ്ടുള്ള കുഷ്യൻസ് എല്ലാം തന്നെ ഈ സീറ്റ് ഇൻ്റർഫേസ് പ്രഷറിനെ വളരെയധികം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒരു കുഷ്യൻ സീറ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കുറഞ്ഞത് 8 സെൻറ്റിമീറ്ററെങ്കിലും തിക്നെസ് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിൻ്റെ ലോഡിങ് ഒരു പരിധി വരെ അതിൽ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു സോഫ്റ്റ് കുഷനിൽ നമ്മൾ ഇരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫ്ലാറ്റ് ആൻഡ് വുഡൻ സർഫസിൽ നമ്മൾക്ക് ഇരിക്കുക. കുറേ നേരം ഇരിക്കുമ്പോൾ നമ്മൾക്ക് കാലിലേക്ക് മരവിപ്പ് അനുഭവപ്പെടാം, അതുപോലെ തന്നെയുള്ള വേദനകൾ ചിലവർക്ക് അനുഭവപ്പെടാം. ഈ തുടങ്ങിയവയെല്ലാം കാര്യം ഈ സീറ്റ് ഇൻ്റർഫേസ് പ്രഷർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. അടുത്തത് നമ്മൾ ഇരിക്കാൻ പോകുന്ന സീറ്റിന് ഉണ്ടാവേണ്ടത് ഒരു ആം റെസ്റ്റ്, അതുപോലെ തന്നെ ഒരു ഫുഡ് റെസ്റ്റ്. നമ്മൾ ആം റെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ ആക്ട് ചെയ്യുന്ന പ്രഷേഴ്സിന് വേരിയേഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഷോൾഡറിലുള്ള പ്രഷേഴ്സിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രോപ്പർ ആം റെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ ആം റെസ്റ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. ഉദാഹരണത്തിന് ഹൈറ്റ് കുറവുള്ള ഒരാളാണ് ഒരു ചെയറിൽ ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഹൈറ്റിനനുസരിച്ച് ആ ആം റെസ്റ്റിന് പ്രോപ്പർ ഹൈറ്റ് ഇല്ല എങ്കിൽ അത് അവർക്ക് ഷോൾഡറിൽ ഓവർ പ്രഷർ ഉണ്ടാക്കുന്നു. നിങ്ങൾ കൈ എങ്ങനെ വെക്കുന്നു എന്നുള്ളതിലല്ല പ്രാധാന്യം, നിങ്ങളുടെ ഷോൾഡറിൽ ആക്ട് ചെയ്യുന്ന പ്രഷറിനെ കുറയ്ക്കുക എന്നുള്ളതിലാണ് പ്രാധാന്യം. അടുത്തത് നിങ്ങളുടെ ഫുഡ് റെസ്റ്റ് മോഡിഫിക്കേഷനാണ്. ഫുഡ് റെസ്റ്റ് എവിടെയാണ് ഉപകാരപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലായി ഇരിക്കുമ്പോൾ നമ്മളുടെ ഹിപ്പ് ലെവലിന് താഴെ ആയിരിക്കണം നമ്മളുടെ നീ ലെവൽ എപ്പോഴും. അതായത് ഈ ഹിപ്പ് ലെവൽ ആൻഡ് നീ ലെവൽ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 20 to 30 ഡിഗ്രി ഇൻക്ലിനേഷൻ നമ്മൾക്ക് ഉണ്ടാവണം. എന്നാൽ ഈ ഇൻക്ലിനേഷൻ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻക്ലിനേഷനുള്ള ചെയർ ആണോ നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് ആർക്കും തന്നെ അറിവുണ്ടാവില്ല. അപ്പോൾ നോർമൽ ഒരു ചെയറിൽ ഇൻക്ലിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇൻക്ലിനേഷനുള്ള ചെയർ ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് മേടിക്കുക, അതല്ലെങ്കിൽ സീറ്റ് ഇൻക്ലിനേഷനുള്ള കുഷ്യൻസ് നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് അത് ഓർഡർ ചെയ്ത് വാങ്ങി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി മൂന്നാമതായി പറയേണ്ട കാര്യം സീറ്റിംഗ് പൊസിഷനാണ്. നമ്മൾ ഇരിക്കുന്ന പൊസിഷൻ.
നമ്മൾ അധിക നേരം ഒരേ പൊസിഷനിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായ കംഫർട്ട് പൊസിഷൻ സ്വീകരിച്ചാണ് പല ജോലികളും ചെയ്യുന്നത്. ഇനി ഈ പൊസിഷൻ സ്വീകരിക്കാതെ നിങ്ങൾ ഒരേ രീതിയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും തന്നെ അത് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ഓൾറെഡി നിങ്ങൾ ഇരുന്ന് ശീലിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാനാണ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരേ പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കാത്തവർക്ക് ലെഫ്റ്റ് ഓർ റൈറ്റ് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്ത് മാറി മാറി ഇരിക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഒരേപോലെയാണോ? രണ്ട് സേക്രം, അതായത് സിറ്റിംഗ് ബോൺ എന്ന് നമ്മൾ പറയും. ഈ ഒരു ബോർഡിൻ്റെ പുറത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ അധിക നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റുമായി അധികം കോണ്ടാക്ട് വരുന്ന റീജിയനാണ് സേക്രൽ റീജിയൻ. ഈ സേക്രൽ റീജിയനിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഒരുപോലെയാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് സിമ്പിളായി മനസ്സിലാക്കാം. നിങ്ങളുടെ രണ്ട് കൈ വെക്കുക, ആ കയ്യിൽ പുറത്തിരിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ നോക്കുക രണ്ട് കൈയിലും ആക്ട് ചെയ്യുന്ന പ്രഷർ ഈക്വൽ ആണോ, ഏതെങ്കിലും സൈഡിൽ പ്രഷർ കൂടുതലോ അതോ ഏതെങ്കിലും സൈഡിൽ കുറവാണോ. അങ്ങനെ ഏതെങ്കിലും സൈഡിൽ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സീറ്റിംഗ് കറക്ഷൻസ് നേരെയാക്കി രണ്ട് സൈഡിലും പ്രഷർ ഈക്വലായി വരുന്ന രീതിയിൽ ഇരിക്കാൻ ശ്രമിക്കുക. എന്നാൽ അധിക നേരം നിങ്ങൾക്ക് ഈ പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ ഇത്രയും നാൾ തുടർന്നുകൊണ്ട് വന്ന പോസ്റ്റർ തന്നെയാണ് അതിന് കാരണം. അപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ ട്രൈ ചെയ്യാം. രണ്ടാമത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ചകൾ തൊട്ട് ഒരു 10 മിനിറ്റ് ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്ത് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പൊസിഷൻ പതിയെ ചേഞ്ച് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അധിക നേരം ഇരുന്ന് ജോലി ചെയ്യേണ്ടി വരുന്നവർക്കുള്ള ചെയേഴ്സ് ഇന്ന് ലഭ്യമാണ്. മെക്കാനിക്കലി അഡ്ജസ്റ്റഡ് ആം റെസ്റ്റ്, മെക്കാനിക്കലി അഡ്ജസ്റ്റഡ് ബാക്ക് റെസ്റ്റ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് തുടങ്ങിയവയുള്ള ചെയേഴ്സ് എല്ലാം ഇന്ന് നമുക്ക് മാർക്കറ്റുകളിൽ ലഭ്യമാണ്. ഇനി ജോലികൾക്കിടയിൽ 20 മിനിറ്റ്സ് ഇടപെട്ട് നിങ്ങൾക്ക് പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. അതായത് 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളാണെങ്കിൽ അതങ്ങനെ ചെയ്യുക. അല്ലാണ്ട് ഇരുന്ന് ചെയ്യാനുള്ള ജോലികളെല്ലാം തീർത്ത് കഴിഞ്ഞ് നിന്ന് ചെയ്യാനുള്ള ജോലികൾ തീർക്കാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ അത് രണ്ടും കൂടെ കൂടിക്കലർത്തി ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ പോസ്റ്ററിനും നിങ്ങളുടെ ആരോഗ്യത്തിനും ഏറ്റവും നല്ലത്. അപ്പോൾ അധിക നേരം ഇരിക്കുമ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യമാണ്. അപ്പോൾ എന്താണ് അവിടെ കറക്ഷൻസായി അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത്? അപ്പോൾ നാലാമതായി എനിക്ക് പറയാനുള്ള കാര്യം എക്സസൈസ് ആൻഡ് നീഡ് ഓഫ് സ്ട്രെച്ചിങ്. ഇവിടെയാണ് നമുക്ക് എക്സസൈസിൻ്റെയും സ്ട്രെച്ചിങ്ങിൻ്റെയും ആവശ്യം ഉണ്ടാവുക. എന്തൊക്കെ തരത്തിലുള്ള എക്സസൈസസ് ആണ് നമുക്ക് ആവശ്യം, എന്തൊക്കെ തരത്തിലുള്ള സ്ട്രെച്ചിങ് ആണ് നമുക്ക് ആവശ്യം? ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ തുടയുടെ മുൻഭാഗത്തുള്ള മസിൽസുകൾ ചുരുങ്ങുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആവശ്യമാണ്. അതുപോലെ തന്നെ കൺട്രാക്ടൈൽ പ്രോപ്പർട്ടി നഷ്ടപ്പെടുന്ന മസിൽസുകൾക്ക് സ്ട്രെങ്തനിങ്, അവിടെ ബലപ്പെടുത്തുന്ന ആക്ടിവിറ്റീസ് നമുക്ക് ആവശ്യമാണ്. ഇനി പെൽവിക് ബോൺ തെറ്റായ പൊസിഷനിലേക്ക് പോകുമ്പോൾ അതിനെതിരെയുള്ള ഫോഴ്സസിനെ എൻകറേജ് ചെയ്യുന്ന സ്ട്രെച്ചിങ്ങും അതുപോലെയുള്ള പൊസിഷണൽ എക്സസൈസും നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഈ യൂസ് ഓഫ് എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ്. ഇനി എന്തിനാണ് ഡെയിലി റുട്ടീനിൽ നമ്മൾ ഈ കാര്യങ്ങൾ പാലിക്കേണ്ടത്? കാരണം ഈ തെറ്റായ പൊസിഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് അവയുടെ കറക്ഷൻസും നമുക്ക് നിർബന്ധമാണ്. അധിക നേരം ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്യേണ്ടവർക്കാണെങ്കിൽ നിങ്ങളുടെ ഭക്ഷണം, ലഞ്ച് ബ്രേക്ക് എന്നുള്ളത് കുറച്ച് ദൂരത്തേക്കാക്കാം. കാരണം ആ ഒരു കാരണമെങ്കിലും നിങ്ങൾ ഡെയിലി നടക്കും. അപ്പോൾ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഓഫീസ് ജോബിസിനും കൂടെ നമ്മൾ ഈ ഡെയിലി ഉള്ള നമ്മളുടെ വാക്കിംഗ് പാറ്റേണും കൂടി ആകുമ്പോൾ നമ്മൾക്ക് അന്ന് നടക്കുന്ന ചേഞ്ചസ്, നമ്മുടെ അന്ന് നടക്കുന്ന ബോഡിയിലുള്ള തെറ്റായ ചേഞ്ചസ് ഒരു തരത്തിൽ ഇവിടെ കോമ്പൻസേഷൻ സംഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ ഗുണമുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ തന്നെ ആഡ് ചെയ്യുന്ന ഓഫീസ് സ്ട്രെച്ചസ്, അതുപോലെ തന്നെ പൊസിഷണൽ സ്ട്രെച്ചസ് തുടങ്ങിയവ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളിത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട എക്സസൈസസ് തന്നെയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഒരു രാവിലെ ഒരു 10 മിനിറ്റ്സ്, അതുപോലെ തന്നെ ജോലികൾക്ക് ശേഷം ഒരു 10 മിനിറ്റ്സ് നിങ്ങളിത് ചെയ്ത് മതിയാവും. ഞാൻ 10 മിനിറ്റ്സ് എന്നുള്ളത് പറഞ്ഞത് ഏറ്റവും മിനിമം ടൈമാണ്. ബിക്കോസ് ആർക്കും തന്നെ രാവിലെ എണീറ്റ് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എക്സസൈസിന് വേണ്ടി ചിലവാക്കാനോ അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ചിലവാക്കാനുമുള്ള സമയമില്ല. അപ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഈ സ്ട്രെച്ചസിനുള്ള ടൈം നിങ്ങൾ കണ്ടെത്തണം. ഇനി ജോലികൾക്കിടയിലും ഈ പറഞ്ഞ സ്ട്രെച്ചസ് എല്ലാം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ കറക്ഷൻസ്, എൻവയോൺമെൻറ്റൽ കറക്ഷൻസ്, സീറ്റിംഗ് കറക്ഷൻ, സീറ്റിംഗ് പൊസിഷൻ കറക്ഷൻ, സീറ്റ് കറക്ഷൻ, അതുപോലെ തന്നെ എക്സസൈസ് ആൻഡ് സ്ട്രെച്ചിങ് കറക്ഷൻസ്, ഇവയെല്ലാം കൊണ്ട് തന്നെ ഈ അധിക നേരം ഇരിക്കുന്നത് കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാകുമ്പോൾ അതിൻ്റെ റൂട്ട് കോസിനെ ആദ്യം തന്നെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞ കറക്ഷൻസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ജോലികൾക്കിടയിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളെടുക്കുന്ന ബ്രേക്സ്, അതായത് നിങ്ങളെടുക്കുന്ന ടീ ബ്രേക്സ്, ലഞ്ച് ബ്രേക്സ് തുടങ്ങിയ ഇടവേളകളിലെങ്കിലും ഇത് ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മളുടെ ജീവിത രീതിയും നമ്മളുടെ ടെക്നോളജി വളരുന്നതനുസരിച്ച് നമ്മളുടെ പോസ്ചർ നമ്മൾ നിലനിർത്തുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഓണക്കാലത്തും വിഷുക്കാലത്തും അല്ലാതെ തറയിലിരുന്ന് ആഹാരം കഴിക്കാൻ നിങ്ങൾക്കൊരു ചാൻസ് ലഭിക്കുകയാണെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെയുള്ള പൊസിഷൻസ് കൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആൻഡ് മസിൽ സ്ട്രെച്ചസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ്. ഇനി അതെല്ലാം യോഗ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള യോഗ പ്രാക്ടീസ് ചെയ്യുക. ഡാൻസിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ഡാൻസസ് പ്രാക്ടീസ് ചെയ്യുക.
അതുപോലെ തന്നെ എക്സ്ട്രാ ഫിസിക്കൽ ആക്ടിവിറ്റീസായ വാക്കിംഗ്, ജോഗിങ്, സ്പോർട്സ് തുടങ്ങിയവയിൽ പങ്കെടുക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം തന്നെ പങ്കെടുക്കുക. ഇനി ഒരു സാധാരണ സീറ്റിന് വേണ്ട ഹൈറ്റ്, ബേസിക് ഹൈറ്റ് മെഷർമെൻറ്റ്സ്, സീറ്റ് ലെങ്ത്, സീറ്റ് മെഷർമെൻറ്റ്സ് തുടങ്ങിയവയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈ എക്സസൈസസിൻ്റെ എല്ലാത്തിൻ്റെയും കോപ്പീസ് നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്കിൽ പേജിൽ നിന്ന് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ നല്ലൊരു പൊസിഷൻ സ്വീകരിച്ച് നിങ്ങളുടെ വർക്കുകളെല്ലാം തന്നെ ആരംഭിക്കുക. അല്ലെങ്കിൽ ഇതുവരെ തെറ്റായ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ അവരുടെ പൊസിഷൻസ് കറക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഇത് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇരിക്കേണ്ട പൊസിഷൻസ് എങ്ങനെയാണ്. ഒരാളൊരു തെറ്റായ പൊസിഷനിൽ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഷെയർ ചെയ്ത് സഹായിക്കുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആർക്കും തുടക്കകാലങ്ങളിൽ ഈ ഒരു പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒരു തെറ്റായ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അത് തീർച്ചയായും അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങളിരിക്കുന്ന പൊസിഷൻ തെറ്റാണ്, കറക്റ്റ് ഒരു പൊസിഷൻ എന്ന് പറഞ്ഞു കൊടുക്കുക. അതുവഴി അവർക്ക് അവരുടെ സ്വയം പൊസിഷൻസ് കറക്റ്റ് ചെയ്യാനും സാധിക്കും. അതേ രീതിയിൽ തന്നെ നിങ്ങളും ഒരു തെറ്റായ പൊസിഷൻ സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്കും പലയിടങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളൊരു കമ്പ്യൂട്ടർ ജോബ്സ് ഇരുന്ന് അധികം നേരം ചെയ്ത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള കമ്പ്യൂട്ടർ ടേബിൾസ് ആൻഡ് കമ്പ്യൂട്ടർ ചെയർസ് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു കാരണവശാലും നിങ്ങൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാനുവൽ ടേബിളിലോ നിങ്ങളുടെ മാനുവൽ ചെയറിലോ യൂസ് ചെയ്യാണ്ടിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി ടേബിൾ നിങ്ങൾ അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുക. നിങ്ങളുടെ കമ്പ്യൂട്ടർ ടേബിൾ നിങ്ങൾ അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലെഷർ ടൈമിൽ യൂസ് ചെയ്യുന്ന ചെയർസ് അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുക. ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചെയർസും അതിൻ്റെ എർഗണോമിക് സ്റ്റാൻഡേർഡ്സിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാക്സിമം പരിഹാരം നേടത്തക്ക രീതിയിലുമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ചേഞ്ചസ് അതിന് വരുത്തി നിങ്ങളുടെ ശരീരത്തിൽ ബുദ്ധിമുട്ടുകൾ ക്ഷണിച്ചു വരുത്താതിരിക്കുക. അതുപോലെ തന്നെ പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനങ്ങളുടെ സീറ്റ് ആ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന അതേ സ്റ്റാൻഡേർഡ്സിൽ തന്നെ നിങ്ങൾ അതിൻ്റെ സീറ്റുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സ്ട്രാ ക്വഷൻസ് ആഡ് ചെയ്ത് അതിൻ്റെ ഭംഗി കൂട്ടുമ്പോൾ അതിൻ്റെ എർഗണോമിക് ക്വാളിറ്റി നിങ്ങൾക്ക് നഷ്ടമാകുന്നു. അതുവഴി തന്നെ നിങ്ങൾക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറർ അത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സീറ്റ്സ് തന്നെ നിങ്ങൾ കഴിയുന്നതും ഉപയോഗിക്കുക. കാരണം എല്ലാ വെഹിക്കിൾസിൻ്റെയും സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എർഗണോമിക് രീതിയിൽ തന്നെയാണ്. അതിനിരിക്കേണ്ട പ്രോപ്പർ ഹൈറ്റ്, ഇരിക്കേണ്ട പ്രോപ്പർ കർവ്സ് തുടങ്ങിയവ എല്ലാം ഡിസൈൻ ചെയ്തിട്ടാണ് അവയുടെ സീറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓൾട്ടറേഷൻസ് മൂലം ഈ ചേഞ്ചസ് വരുത്താതിരിക്കാൻ നിങ്ങൾ കഴിയുന്നതും ശ്രമിക്കുക. അതുവഴി നിങ്ങളുടെ എല്ലാവരുടെയും ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരും ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ സിംറ്റംസിന് മാത്രമായിരിക്കരുത് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് തേടുക, നിങ്ങളുടെ റൂട്ട് കോസിനായിരിക്കും. അങ്ങനെ റൂട്ട് കോസിന് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് തേടണമെങ്കിൽ അതെന്താണ് ആ കണ്ടീഷൻ, എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാവരിലേക്കും എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവരിലും നല്ലൊരു എഡ്യൂക്കേഷൻ, നല്ലൊരു ഹെൽത്ത് റിലേറ്റഡ് ടിപ്സ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ഇനി പോസ്റ്റർ ചേഞ്ചസ് കൊണ്ടുമല്ല മറ്റ് ശാരീരിക പ്രശ്നങ്ങളെല്ലാം തന്നെ അനുഭവപ്പെടുന്നവർക്ക് ഫിസിയോതെറാപ്പി സംബന്ധമായ ഒട്ടനവധി ചികിത്സകൾ ലഭ്യമാണ്. എക്സസൈസ് തെറാപ്പിയിലൂടെയും മാനുവൽ തെറാപ്പിയിലൂടെയും ഇലക്ട്രോ തെറാപ്പിയിലൂടെയും മയോഫേഷ്യൽ റിലീസ് തെറാപ്പി, ഡ്രൈ നീഡ്ലിംഗ് തെറാപ്പി, മാനുവൽ തെറാപ്പി, ഇലക്ട്രോ തെറാപ്പി, മൊബിലൈസേഷൻ ടെക്നിക്സ്, അതുപോലെ തന്നെ വളരെ വിപുലമായ എക്സസൈസ് തെറാപ്പിയുടെ വിവിധ തരത്തിലുള്ള എക്സസൈസ് ആൻഡ് കറക്ഷൻസ് ആൻഡ് പോസ്ചറൽ അഡ്വൈസ് തുടങ്ങിയവ ഉപയോഗിച്ച് നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് രീതികൾ, അല്ലെങ്കിൽ ഇവയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇവ എപ്പോഴൊക്കെയാണ് ആവശ്യമുണ്ടാവുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ അധികം നേരം നിന്ന് ജോലി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകളും അവർക്കുള്ള കറക്ഷൻസും പറഞ്ഞു തരുന്നതായിരിക്കും. തീർച്ചയായും കാത്തിരിക്കുക. വീണ്ടും കാണാം. ദിസ് ഈസ് യുവർ പേജ്, വാക്കിംഗ് ഫിസിയോതെറാപ്പി ആൻഡ് എഡ്യൂക്കേഷൻ, അഥവാ വൈബ്, ആൻഡ് ഐ ആം രാഹുൽ രാജ്. എല്ലാവർക്കും നന്ദി.